എന്തായാലും ഒരു ദിവസം നീ ചെയ്യുന്ന ദിവസം നീ ആദ്യമായിട്ട് ചെയ്യുന്ന തന്നെയായിരിക്കും. അതുകൊണ്ട് ചെയ്തോ. മലയാളത്തിൽ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് അക്രോസ് ദി ഓഷൻ എന്ന് പറയുന്ന ഉമാ കുമരപുരം സിനിമറ്റോഗ്രാഫറാണ്. പുള്ളിക്കാരി ചെയ്ത ഒരു വർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നീട് ലില്ലിയിലോട്ടേക്ക് വരുന്നത്. അപ്പൊ അവർക്കൊരു ഫീമെയിൽ ആർട്ട് ഡയറക്ടർ വേണമായിരുന്നു പ്രക്ഷോഭന്. മലയാളത്തിൽ അന്ന് ആർക്കൂടെ ഒരു ഫീമെയിൽ ആർട്ട് ഡയറക്ടർ മാത്രമേ ഉണ്ടായിരുന്നു, അത് ജയശ്രീയാണ്. അപ്പൊ നമ്മൾ ഈ ഫ്രഷേഴ്സ് ചെയ്യുന്ന ഒരു പരിപാടിക്കൊക്കെ അവരെ വിളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആവല്ലോ. അപ്പൊ അങ്ങനെ വന്നപ്പോ എന്നെ വിളിച്ചു. അങ്ങനെയാണ് ഞാൻ ലില്ലി ചെയ്യാൻ വേണ്ടി. ലില്ലി ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് എനിക്ക് എന്താ പറയാ, അക്ഷരമാല അറിയില്ലേ, ആർട്ട് ഡയറക്ഷന്റെ അക്ഷരമാല മാത്രമേ അറിയുള്ളൂ. എനിക്ക് വേർഡ്സ് അവരെ കൂട്ടി വായിക്കാൻ പോലും അറിയാത്തൊരവസ്ഥയായിരുന്നു. അപ്പോ ഇവിടെ വന്നപ്പോഴേക്കും പ്രൊഡക്ഷൻ ഉണ്ട്, ബാക്കി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വലിയ ക്രൂ ഉണ്ട്. അപ്പോ ബാക്കിയുള്ളതൊക്കെ കുറെ, ഇവൻ പ്രക്ഷോഭ് പോലും ആ സമയത്ത് പുതിയതായിട്ട് ആദ്യമായിട്ട് ചെയ്യാണ്. അവനും അങ്ങനെ അധികം ആരെയും അസിസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അവന്റെ ഭാഗത്ത് തെറ്റ് പറ്റിക്കഴിഞ്ഞാലും ഹീൽ അണ്ടർസ്റ്റാൻഡ്. ഇപ്പൊ എന്റെ ഭാഗത്ത് തെറ്റ് പറ്റി കഴിഞ്ഞാലും ഹീൽ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ എന്താ, ബാക്കിയുള്ള ആളുകളുണ്ടല്ലോ, പ്രൊഡക്ഷനൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ വിളിച്ചിട്ട്, നിമേഷ് താനൂറാണ് ഇപ്പൊ ബബ്ബയൊക്കെ ചെയ്ത അദ്ദേഹം ആയിരുന്നു എന്റെ ഗുരു എന്ന് പറയുന്നത്. അജയ് മാങ്ങാട് സാറിന്റെ കൂടെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തെങ്കിലും കൂടുതലും വർക്ക് ചെയ്ത നിമേഷന്റെ കൂടെ. അപ്പൊ നിമേഷനെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഞാൻ എന്താ ചെയ്യണ്ടേ, ഞാൻ ചെയ്യണോ എന്നിട്ട് പോലെ. നീ ചെയ്യണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കേണ്ട കാര്യമില്ല. എന്തായാലും ഒരു ദിവസം നീ ചെയ്യുന്ന ദിവസം നീ ആദ്യമായിട്ട് ചെയ്യുന്ന തന്നെയായിരിക്കും. അതുകൊണ്ട് ചെയ്തോ. ഇങ്ങനെയാണല്ലോ പഠിക്കുക, എല്ലാം അറിഞ്ഞിട്ടൊന്നുമല്ലല്ലോ എല്ലാരും എല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഒരു ധൈര്യത്തിൽ അങ്ങ് തുടങ്ങി.